ഇന്നിപ്പോൾ പാർട്ടി പത്രത്തിൽ വന്നിരിക്കുന്ന മുഖപ്രസംഗം, അത് മുഖപ്രസംഗമല്ല, പാർട്ടി പത്രത്തിലെ എഡിറ്റോറിയൽ ഗീബൽസിനെ വെല്ലുന്ന വലതുപക്ഷ മാധ്യമങ്ങൾ എന്നുള്ളതാണ്. അത് ഈ വിഷയത്തിൽ തന്നെയാണ് പ്രതികരിച്ചിരിക്കുന്നത്. അപ്പോൾ RSSനെ എങ്ങനെയൊക്കെ CPM പ്രതിരോധിച്ചിട്ടുണ്ട് എന്നുള്ള ചരിത്രം പറയുന്നത്. അതിൻ്റെ തുടർച്ചയാണിന്ന് CPM അണികളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്ന പ്രസംഗം. ഇതിലിപ്പോൾ RSSുമായി ബന്ധപ്പെട്ട് നേരത്തെ കോൺഗ്രസ് എടുത്ത നിലപാട്, കോൺഗ്രസിനെ പറ്റിയുള്ള ഏറ്റവും വലിയ വിമർശനം മൃദു ഹിന്ദുത്വ സമീപനം എന്നുള്ളതാണ്. അതിലൊരു പുതുമയില്ല. നെഹ്റു RSSനോട് എടുത്തിരിക്കുന്ന നിലപാടല്ല പിന്നീട് വന്ന കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കൾ എടുത്തിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത് ഇപ്പോൾ ബാബറി മസ്ജിദ് വിഷയത്തിലായാലും ഇതൊക്കെ ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. മധ്യപ്രദേശിൽ കമൽനാഥ് എടുത്ത നിലപാട്, കമൽനാഥിന് പിന്നീട് സീറ്റ് കൊടുക്കാതിരുന്നത്, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എടുത്ത മറിച്ചുള്ള നിലപാട്, അത് കോൺഗ്രസിന് നേടിക്കൊടുത്ത നേട്ടം, മുന്നണി എന്ന നിലയ്ക്ക് ഇന്ത്യ മുന്നണി എങ്ങനെ വിജയിച്ചു, ഇതൊക്കെ നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യങ്ങളാണല്ലോ. ഈ പറയുന്ന കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടി തന്നെയാണ് രാജസ്ഥാനിൽ 1 സീറ്റും തമിഴ്നാട്ടിൽ 2 സീറ്റും നേടിയിരിക്കുന്നത്. അപ്പോൾ RSSനെ കൂട്ടുപിടിക്കുന്ന കോൺഗ്രസിൻ്റെ പിന്തുണ സ്വീകരിക്കേണ്ട എന്ന് പിണറായി വിജയന് പറയാമായിരുന്നല്ലോ. അപ്പോൾ ഇന്ന് അതല്ലല്ലോ വിഷയം. ഇതിപ്പോൾ പ്രധാനപ്പെട്ട ചോദ്യം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് പ്രതിപക്ഷം എന്നുള്ളത് മാറ്റി നിർത്തൂ, അവിടുന്ന് മുന്നണിയിൽ നിന്ന് തന്നെയല്ലേ. ഇന്നിപ്പോൾ CPയുടെ ജനറൽ സെക്രട്ടറി തന്നെ ഈ വിഷയത്തിൽ മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് RSSും ADGPയും തമ്മിലുള്ള കൂടിക്കാഴ്ച കേരളത്തിലെ മാത്രം വിഷയമല്ല, രാജ്യമാകെ ചർച്ച ചെയ്യുന്നു എന്ന് പറഞ്ഞ ദിവസമാണിന്ന്. അപ്പോൾ അതവിടെ ആ ഒരു പ്രതികരണമായി അവിടെ നിൽക്കുന്ന ഘട്ടത്തിൽ ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയേണ്ടതുണ്ട്, കേരളത്തിലെ ജനങ്ങൾക്ക് അതിൽ ഉത്കണ്ഠയുണ്ട് എന്ന ബിനോവിശ്യം പരസ്യമായി പ്രതികരിച്ചിരിക്കുന്ന ഘട്ടത്തിൽ ഇതിന് മറുപടി പറയേണ്ട മുഖ്യമന്ത്രി ഈ 6ാമത്തെ ദിവസം മൗനം വെടിയുമ്പോൾ കോൺഗ്രസിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാനാണ് തുനിഞ്ഞിട്ടുള്ളത്. ആരും നിഷേധിക്കാത്ത നേരത്തെ നടന്ന പ്രതികരണങ്ങൾ, K. സുധാകരൻ അടക്കം പറഞ്ഞ നമ്മുടെ ലൈബ്രറികളിലുള്ള ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. എന്താണ് കാര്യം? നിങ്ങൾ എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് മറുപടിയുണ്ടോ? നിങ്ങളിപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതിന് മറുപടിയുണ്ടോ? അതിന് മറുപടിയില്ല. P. പരമേശ്വരൻ്റെ പുസ്തക പ്രകാശനം, ഇതിപ്പോൾ പറഞ്ഞ അദ്ദേഹത്തിന് അത് സ്വയം ബുദ്ധിമുട്ടിലാകുന്ന ഒരു പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത്. അന്ന് ആ പുസ്തക പ്രകാശനം എന്നുള്ള സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായിരുന്നു. ഒരു സ്ഥലത്ത് ഈ പറഞ്ഞ പോലെ VD സതീശൻ പങ്കെടുത്തിട്ടുണ്ട്. അത് പറയാനാണ് അദ്ദേഹം ആ കാര്യം പറഞ്ഞത്. തിരുവനന്തപുരത്തെ ചടങ്ങിൽ VS പങ്കെടുത്തിട്ടുണ്ട്. ഇനി P. പരമേശ്വരൻ മരിച്ച ഘട്ടത്തിൽ ഋഷി സമാനമായ ജീവിതം നയിച്ച മഹാൻ എന്നാണ് അന്ന് പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ പരസ്പര ബഹുമാനത്തിൻ്റെ ഭാഗമായി നടന്നിട്ടുള്ള കാര്യങ്ങളുമാണ്. പക്ഷേ ഇത് ഈ രൂപത്തിലാണോ, ഇവിടെ ADGPയെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഈ രൂപത്തിലാണോ പ്രതികരിക്കേണ്ടത്? കേരളം ഒന്നാകെ ഇത്രയും ദിവസം ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ്, ഇതിന് പിന്നിലെ താല്പര്യം? അത് ADGPയുടെ താല്പര്യമാണെങ്കിൽ എന്തുകൊണ്ട് ADGP അവിടെ തുടരുന്നു? അതല്ല എങ്കിൽ സർക്കാരിന് വേണ്ടിയിട്ടാണോ, മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടാണോ എന്ന ചോദ്യത്തിലുള്ള മറുപടി, ഈ മറുപടികളൊന്നും പറയാതെ പഴയ കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് UPയിൽ മുസ്ലിം ചെറുപ്പക്കാർ കൊല്ലപ്പെട്ട കണക്കുകളൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കാര്യങ്ങൾ പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. ഇതൊരു മറുപടിയുമായിട്ടില്ല എന്ന് മാത്രമല്ല, പരിഹാസ്യമായ പ്രതികരണമാണ് എന്ന് ഞാൻ പറഞ്ഞു. Meet the editors.